മനസ്സ് വായിക്കാതിരുന്നത് എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും അബു ഇരിങ്ങാട്ടിരി എഴുതിയ തിന്മയുടെ മുന്തിരിക്കുല എന്ന കഥ തിന്മയുടെ മുന്തിരിക്കുല. മൂന്നാം തവണയും ആഗതൻ എത്തുമ്പോൾ കിഴവൻ തളർന്നുറങ്ങുകയായിരുന്നു. പൂതൽ പിടിച്ച മരവാതിൽ തുറക്കുന്നതിൻ്റെ കിരികിരാ ശബ്ദം കേട്ട് അയാൾ പേടിയോടെ കണ്ണു തുറന്നു. മനസ്സിൽ വലിയൊരു തീക്കടൽ ഇരുണ്ടുകൂടി. കണ്ണുകളിൽ പേടി ഇരമ്പിയാർത്തു. കൈകാലുകൾ വിറയാർന്നു. കിഴവന്റെ വിഭ്രാന്തി ആഗതനിൽ ചിരി പടർത്തി. അയാൾ പതുക്കെ ചിരിച്ചു. ആ ചിരി ഒരു അട്ടഹാസമായി വൃദ്ധനിൽ പടർന്നു. അതോടെ ഒരു ഭീകര രൂപമായി ആഗതൻ അയാളിൽ വളരാൻ തുടങ്ങി. വീട് നിശബ്ദമായിരുന്നു. വൃദ്ധന്റെ ഭാര്യയും മക്കളും പേരമക്കളും വേലക്കാരുമൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു. അതിനാൽ ജനൽ വിടവിലൂടെ ഊർന്നിറങ്ങിച്ചാടിയ അരണ്ട നിലാവെളിച്ചത്തിൽ ആഗതന്റെ വ്യക്തരൂപം കിഴവനിൽ വീണ്ടും വീണ്ടും പേടി വളർത്തി. കണ്ണുകളിൽ നിന്ന് മനസ്സിലേക്കും ഹൃദയങ്ങളിലേക്കും ശരീരം ഒന്നടങ്കവും ആ പേടി പ്രവഹിച്ചു. കിഴവൻ കണ്ണുകളടച്ചു. അന്നേരം വൃദ്ധന്റെ നെഞ്ചിടിപ്പ് ആഗതൻ ശരിക്കും കേട്ടു. പുരാതനമായൊരു ഘടികാരത്തിന്റെ നേർത്ത മിടിപ്പ് പോലെ. ആ നേരവും ആഗതൻ ചിരി തൂവി കിഴവനെ പേടിയുടെ പൊട്ടക്കുളത്തിലേക്ക് ഇറക്കി വിട്ടു. വൃദ്ധൻ കണ്ണും കാതും അടച്ച് കൈകാലുകൾ നീട്ടി ആശ്വാസത്തോടെ കിടന്നു. നേരം വെളുത്തു കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വൃദ്ധൻ ആഗ്രഹിച്ചു. ഇനിയും വരാൻ കൂട്ടാക്കുന്നില്ല അല്ലേ? ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങവേ ഉറക്കത്തിന്റെ സുഖനാരു മുറിച്ച് ആഗതൻ ചോദിച്ചു. വൃദ്ധൻ ചുണ്ടനക്കി വിതുമ്പി പറഞ്ഞു, ഒരിക്കൽ കൂടി ക്ഷമിക്കുക, എൻ്റെ കുടുംബം ഉറക്കത്തിലാണ്. ഇല്ല, ഇനി നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിന്റെ ശക്തിയും ബുദ്ധിയും ധനവും തന്ത്രങ്ങളും ഇത്രയും കാലം നീ ദുർവിനിയോഗം ചെയ്തില്ലേ? എന്നിട്ട് ഇപ്പോഴും ജീവിതത്തോടെ എന്താണ് നിനക്ക് ഇത്ര ആർത്തി? ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വൃദ്ധനായില്ല. അതിനാൽ ദേഷ്യത്തോടെ മുഖം തിരിച്ച് വൃദ്ധൻ ചെരിഞ്ഞു കിടന്നു. നിലാത്തുള്ളികൾ നേർത്തൊരു ആശ്വാസമായി വൃദ്ധനുമേൽ വാർന്നു വീണു. ഒപ്പം ഇളം തണുപ്പുള്ള കാറ്റടിച്ചു. അതിൻ്റെ സുഖത്തിൽ ആഗതനെ മറന്നയാൾ കിടക്കവേ നീണ്ട കാലങ്ങളിൽ താൻ ചെയ്തു പോയ പാപങ്ങൾ അത്രയും ഓരോ കറുത്ത മുന്തിരി പോലെ കൺമുന്നിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി. അയാൾ എണ്ണി. 1, 2, 3. എണ്ണി വൃദ്ധന്റെ നാവു കുഴങ്ങി. കറുത്ത മുന്തിരിക്കുല ശൂന്യതയിൽ തൂങ്ങിയാടിക്കളിച്ച് അയാളെ കുഴക്കി. അതിലെ ഓരോ മുന്തിരിയും താൻ ചെയ്തു പോയ ഓരോ തിന്മയാണെന്ന് അയാൾക്കപ്പോൾ ബോധ്യം വന്നു. അതോടെ ആ പാപങ്ങൾ അത്രയും അയാളിൽ തെളിവാർന്നു വന്നുകൊണ്ടിരുന്നു. കിഴവനിൽ സങ്കടം പെരുകി. കുറ്റബോധം നിറഞ്ഞു. ആ നേരം പൊടുന്നനെ തണുപ്പുകാറ്റ് നരകത്തിൽ നിന്നും ആഞ്ഞു വീശുന്ന തീക്കാറ്റായി പരിണമിച്ചു. കിഴവന്റെ നാവിലെ വെള്ളം വറ്റി. എന്നിട്ടും അയാൾ കെഞ്ചി, ഇനിയൊരു കാലം കൂടി തന്നാൽ സന്മാർഗത്തിന്റെ പാതയിൽ. അന്നേരവും ആഗതൻ പതുക്കെ ചിരിച്ചു. വൃദ്ധൻ അസ്വസ്ഥതയോടെ വീണ്ടും തിരിഞ്ഞു കിടന്നു. ഇടയ്ക്കൊന്ന് കണ്ണു തുറന്നു നോക്കവേ വൃദ്ധൻ ഞെട്ടിത്തരിച്ചു. മുറിയുടെ ജനൽപ്പാളികൾ അഗ്നിനാളങ്ങൾ നക്കി തിന്നുകയാണ്. തീനാമ്പുകൾ ജനലുകൾ തിന്നു തീർത്ത് വലുതായി ആളിക്കത്താൻ തുടങ്ങി. അതിൻ്റെ അസഹ്യമായ ചൂട് അയാളെ ചുട്ടുപൊള്ളിച്ചു. അപ്പോൾ എവിടെ നിന്നോ ഒരശരീരി ഉയർന്നു. നിന്റെ ജീവിതം എന്തിനു വേണ്ടി നീ വിനിയോഗിച്ചു? വൃദ്ധൻ ചൂടിക്കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനാവാതെ വിയർത്തു കുളിച്ചു. അപ്പോൾ കുറേയേറെ ചോദ്യങ്ങൾ മാല പോലെ അയാൾക്കുമേൽ വർഷിച്ചിറങ്ങി. ചോദ്യങ്ങൾ വൻ ഇടിമുഴക്കങ്ങളായി. അതിനൊപ്പിച്ച് ജനലഴികളിൽ തീ ആളിക്കത്തി. കാറ്റ് ഇരുമ്പമാർന്ന് വീശിയടിച്ചു. ആഗതൻ അതെല്ലാം കണ്ടും കേട്ടും വൃദ്ധൻ അരികിലിരുന്ന് ഉലഞ്ഞു ചിരിച്ചു. നിങ്ങൾ എൻ്റെ ആത്മാവ് പിടിക്കാൻ വന്നതാണോ? വൃദ്ധന് അങ്ങനെയും ഒരു സംശയം തോന്നി. പക്ഷെ ചോദിക്കാനായില്ല. നാവ് അനക്കാനായിരുന്നെങ്കിൽ അയാൾ ഇത്തിരി തണുത്ത വെള്ളം ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ വൃദ്ധൻ്റെ നാവ് ചത്തിരുന്നു. കണ്ണിൻ്റെ കാഴ്ച നശിച്ചിരുന്നു. ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടിരുന്നു. പൊടുന്നനെ തീനാളങ്ങൾ ജനൽപ്പാളിയിൽ നിന്നും ഒഴുകിയിറങ്ങി സിമന്റിട്ട തറയിലൂടെ നീന്തി വൃദ്ധന്റെ ചൂടിക്കട്ടിൽ വിഴുങ്ങാൻ തുടങ്ങി. ചൂടിക്കട്ടിൽ കത്തിക്കരിയുന്ന മണം അയാളുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. അതോടെ തൻ്റെ ശരീരം ഒന്നടങ്കം വേവുകയാണെന്ന് അയാൾ അറിഞ്ഞു. അയാൾ കൈകാലുകൾ ഇട്ടടിച്ചു കരഞ്ഞു, അട്ടഹസിച്ചു. പെട്ടെന്ന് വാതിൽക്കൽ ഒരു ചെറുവിളക്കിൻ്റെ പ്രകാശം തെളിഞ്ഞു. അതൊന്നും കാണാതെ കണ്ണുകൾ ഇറുക്കിയടച്ച് വൃദ്ധൻ കിതച്ചു. ഉപ്പുപ്പ, എന്തു പറ്റി നിങ്ങൾക്ക്? പേരമകൾ കിഴവനെ തട്ടിയുണർത്തി. അയാളെ ഏറെ ഇഷ്ടപ്പെടുന്ന അവളുടെ മുഖം വിളക്കിൻ്റെ അനട വെളിച്ചത്തിൽ വൃദ്ധൻ കണ്ടു. കിഴവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അയാൾക്ക് സഹിക്കാനായില്ല. അതിനാൽ അവളെ തന്നിലേക്ക് അടുപ്പിച്ച് അയാൾ ഒരു കുട്ടിയെപ്പോലെ വാവിട്ട് കരയാൻ തുടങ്ങി. അവൾക്കൊന്നും മനസ്സിലായില്ല. അതിനാൽ അവളും സങ്കടത്തോടെ കരയാൻ തുടങ്ങി.
അവളുടെ കരച്ചിലും വിതുമ്പലും കേട്ട് വീട്ടിലുള്ളവർ ഒന്നടങ്കം ഓടിയെത്തി അത്ഭുതത്തോടെ വൃദ്ധനെ നോക്കി. അയാൾ ഒരുതരം പതർച്ചയോടെയും വല്ലാത്തൊരു സങ്കടത്തോടെയും അവരെ നോക്കി. വീണ്ടും വീണ്ടും തേങ്ങിക്കരയാൻ തുടങ്ങി. മനസ്സ് വായിക്കാതിരുന്നത് എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നുള്ള അബു ഇരിങ്ങാട്ടിരിയുടെ തിന്മയുടെ മുന്തിരിക്കുല എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.